റാന്നി പെരുന്നാട്ടിൽ കുത്തേറ്റ് കൊല്ലപ്പെട്ട ജിതിന് നാടിൻ്റെ അന്ത്യാഞ്ജലി. രാവിലെ 11:30 വരെ CPIM പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിൽ സംസ്കരിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ലോക്കൽ കമ്മിറ്റി ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നും വിലാപയാത്രയായാണ് ജിതിന്റെ മൃതദേഹം പെരുന്നാട്ടിലെത്തിച്ചത്. പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ജിതിന്റെ മൃതദേഹം അവസാനമായി കാണാൻ പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്കെത്തി. രാവിലെ 10 മണിയോടെ CPIM പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിലെത്തിച്ച മൃതദേഹത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അന്തിമോപചാരം അർപ്പിച്ചു. ജിതിനെ കൊന്നത് RSSകാരാണെന്നും മറിച്ചു നടക്കുന്ന പ്രചാരണങ്ങളെല്ലാം ശുദ്ധ അസംബന്ധമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു. കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനാവുമെന്നുള്ള ധാരണ മുൻകാലങ്ങളിലെ RSSനും BJPക്കും ഉള്ളതാണ്. എന്നാൽ അതിനെല്ലാം എതിരായി വ്യക്തമായ തൊഴിലാളി വർഗ രാഷ്ട്രീയം, യുവജന തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ ഭാഗവാക്കായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടുള്ള സഖാവ് ജിതിന്റെ കൊലപാതകത്തിൽ ഈ നാട് ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുഴുവൻ ആളുകളും പ്രതിഷേധിക്കുകയാണ്. RSS പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് CPIM ആവർത്തിച്ചപ്പോഴും ചില പ്രതികൾക്ക് CPIMുമായി ബന്ധമുണ്ടെന്നായിരുന്നു BJP ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത്. എന്നാൽ ഇന്നലെ DYFI ജില്ലാ നേതൃത്വം പ്രതികളുടെ RSS ബന്ധം സ്ഥാപിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടു. കേസിലെ 8 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അടുത്ത ദിവസം തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. രാവിലെ 11:30 വരെ CPIM പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനു ശേഷം ജിതിന്റെ മൃതദേഹം വീട്ടിൽ സംസ്കരിച്ചു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.